The most violent movie from Malayalam cinema industry, മാർക്കോ. മാർക്കോ എന്ന സിനിമ റിലീസായ സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഒരുപാട് പേര് ആ ഒരു സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും ഇ.ഡി എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷനുമായി എനിക്ക് തോന്നുന്നു ലുലുലാന്ന് തോന്നുന്നു, നമ്മുടെ സുരാജേട്ടൻ വന്നപ്പോൾ, സുരാജ് വെഞ്ഞാറമൂട് പുള്ളിയുടെ പടത്തിന്റെ പ്രൊമോഷൻ വന്നപ്പോഴത്തേക്ക് ഒരു ഡയലോഗ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്, മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പുള്ളി ഒരു ഡയലോഗ് അടിച്ചു. അത് പുള്ളിക്ക് നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങിന് കാരണമായിരുന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. ഇനിയിപ്പോൾ ഓർമ്മയില്ലെങ്കിൽ തന്നെ ഞാൻ ആ സാധനം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി മുന്നോട്ട് പോകാം. ഇതില് അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ, അതായത് സിനിമയിൽ പറയുന്നുണ്ട്, ഒരു തമാശ രീതിയിൽ പുള്ളി അന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. പക്ഷെ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ നല്ല രീതിയിലുള്ള മറ്റേ തകർക്കാൻ വേണ്ടി കുറെ പേര് ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ സുരാജ് ചേട്ടൻ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്. അപ്പൊ അത് ആ ഒരു സിനിമയെ സ്നേഹിക്കുന്ന, ഉണ്ണിമുകുന്ദനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് കുരു പൊട്ടുകയും നല്ല രീതിയിൽ പുള്ളിയെ ഒരു സൈബർ ബുള്ളിങ്ങിന് ഇരയായി പുള്ളി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ അതിനൊക്കെ ശേഷം പുള്ളിയുടെ ഇപ്പൊ അതാ ഒരു സിനിമ റിലീസ് ആവാൻ പോവാണ്. ആ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗവുമായിട്ട് പുള്ളി ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ വന്നിരുന്നപ്പോഴത്തേക്ക് അവിടെ പുള്ളിയുടെ ഓപ്പോസിറ്റ് ഇരുന്ന ഇന്റർവ്യൂവർ ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് മാർക്കോ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു അലിഗേഷൻ, ഒരു ചെറിയൊരു സാധനം നിങ്ങളുമായിട്ട് ഇങ്ങനെ ചുറ്റിപ്പറ്റി കറങ്ങി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബുള്ളിങ് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ ഈ ഒരു വിഷയം എടുത്തിട്ടപ്പോഴത്തേക്ക് സുരാജ് ഏട്ടൻ ഇതിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അത് നിങ്ങൾ കേക്ക്, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വിഷ്വൽസ് ഇവിടെ കാണിച്ചു തരുന്നില്ല, പകരം ഞാൻ നിങ്ങൾക്ക് ഇവിടെ അത് കേൾപ്പിക്കാം. പുള്ളി ഈ ഒരു ആങ്കറിന്റെ ചോദ്യത്തിന് സുരാജ് ഏട്ടൻ കൊടുക്കുന്ന ഒരു മറുപടി നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. സിനിമ തിയേറ്ററിൽ വരുമ്പോൾ തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അല്ലെ. ഇ.ഡിയുടെ വിജയത്തിൽ നിൽക്കുമ്പോൾ പോലും ആ വിജയത്തിനൊപ്പം തന്നെ മാർക്കോ സിനിമയെ കുറിച്ചുള്ള പ്രതികരണം അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. ശരിക്കും 100% തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണ്. ഞാനും അത് കണ്ടിരുന്നു. ഒരിക്കലും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്റെ സിനിമയിൽ സൈക്കോ കഥാപാത്രമാണ് എന്റേത്. പുള്ളി 100% പുള്ളി അതിനെ വിയോജിക്കുന്നു. പുള്ളി അങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിലൊന്നും പറഞ്ഞതല്ല. നേരെ മറിച്ച് ബാക്കി കുറച്ചും കൂടെ ഉണ്ട്, ഞാൻ മൊത്തത്തിൽ വെക്കാഞ്ഞതാണ്. വേറൊന്നുമല്ല, പുള്ളിയുടെ ഫ്രണ്ട് റോയിൽ ഇരുന്ന് ആരോ ചോദിച്ചു ഈ ഒരു സൈക്കോ കഥാപാത്രം, പുള്ളി ഇപ്പൊ പറയുന്ന കേട്ടല്ലോ നിങ്ങൾ. പിന്നെ ഇത് വേറൊരു ചാനലിന്റെ ഓൺലൈൻ മീഡിയയുടെ ക്ലിപ്പ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി പേടിച്ചും വിറച്ചുമാണ് ഞാനത് വെക്കാത്തത്. വെറുതെ സ്ട്രൈക്ക് ഒന്നും മേടിച്ചു വെക്കാൻ വയ്യ. അപ്പൊ എന്താണെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾ കേട്ടല്ലോ. ഇതിന്റെ കൂട്ടത്തിൽ ബാക്കിയായിട്ട് ചോദിക്കുന്നത് ഈ ഒരു സൈക്കോ ക്യാരക്ടറാണ് ഇപ്പം റിലീസ് ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ അന്നത്തെ ഇ.ഡിയുടെ കാര്യമാണ്. ഇ.ഡിയിൽ പുള്ളിയുടെ ഒരു സൈക്കോ ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ട് റോയിൽ ഇരുന്ന ആളുകൾ ചോദിച്ചു, അയ്യോ അപ്പൊ മാർക്കോലെ പോലെ മറ്റേ സാധനങ്ങളൊക്കെ കാണുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി ഈ ഒരു ഡയലോഗ്, ഞാൻ നേരത്തെ കേൾപ്പിച്ച ആ ഒരു ഡയലോഗ് സുരാജ് ഏട്ടൻ പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് പുള്ളി ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്. അതിനെ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും എടുത്ത് വേറെ രീതിയിലേക്ക് മാറ്റിമറിച്ചു എന്നൊക്കെയാണ് സുരാജ് ഏട്ടൻ പറയുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സുരാജ് ഏട്ടൻ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളുടെ ഒരു സിനിമയുടെ പ്രൊമോഷൻ നിങ്ങൾ വരുമ്പോൾ വേറൊരു സിനിമയെ പറ്റി ചോദിക്കുമ്പോൾ വളരെ ലഘുവായി പറഞ്ഞു പോകാം നിങ്ങൾക്ക്. പ്രത്യേകിച്ച് അതൊരു വയലൻസ് ഉള്ള ഒരു മൂവിയാണ്. അപ്പൊ അതിനെ നിങ്ങളുടെ സിനിമയായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാതെയോ അത് അങ്ങനൊന്നും അല്ല, എന്റെ സിനിമ കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ് എന്നുള്ള രീതിയിൽ മാന്യമായിട്ട് നിങ്ങൾക്ക് അത് സംസാരിച്ച് പോയായിരുന്നു. നേരെ മറിച്ച് മാർക്കോയെ അവിടെ ഇതിപ്പോ അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ കേട്ടു നോക്കൂ. അത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ചു തരാം. സുരാജ് ഏട്ടൻ പറഞ്ഞ ആ ഒരു സ്റ്റൈലില് അത് കേൾക്കുന്ന ആർക്കാണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. നിങ്ങൾ ഒന്നുകൂടെ കേൾക്കൂ. ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. നിങ്ങളുടെ സിനിമയിൽ വെട്ടിക്കീറലോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല, ധൈര്യമായിട്ട് കുട്ടികളുമായിട്ട് പോകാം എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. അല്ലാതെ അയ്യോ എന്റെ സിനിമ കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്, മാർക്കോയിൽ കാണിക്കുന്ന കണക്കത്തെ അത്രയും വയലൻസ് ഒന്നും ഈ സിനിമയിലില്ല, നിങ്ങൾ അത് വിചാരിച്ച് പോകാതെ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ജോണർ ഓഫ് പടം അല്ല, നിങ്ങൾക്ക് കുട്ടികളും ഒക്കെ ആയിട്ട് പോകാം. മാർക്കോയിൽ 18 വയസ്സിന് താഴെയുള്ളവർക്ക് കുട്ടികൾക്ക് പറ്റില്ല. ഇത് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് പോകാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സംസാരിച്ചു വിടായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല അന്ന് സംസാരിച്ചത്. അത് മിസ്റ്റർ സുരാജ് ഒന്നും കൂടെ മനസ്സിലാക്കിയാൽ കൊള്ളാം. നിങ്ങൾ പറഞ്ഞ ടോണും നിങ്ങൾ പറഞ്ഞ എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ സംസാരം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങൾ ആ സിനിമയെ അടിച്ചു താത്താൻ വേണ്ടി നോക്കിയതാണെന്നേ ആരും പറയുള്ളൂ. എന്റെ പൊന്നു സുരാജ് ഏട്ടാ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറ, നിങ്ങൾക്ക് ഈ സാധനം കണ്ടിട്ട് എങ്ങനെയാ തോന്നിയത്? ഇത് ചിലപ്പോൾ പുള്ളി, ഞാൻ വീണ്ടും പറയുന്നു, പുള്ളി ചിലപ്പോൾ ഒരു തമാശ രീതിയിൽ ആ ഒരു ടോൺ കേട്ടിട്ട് അങ്ങനെയാണ്. പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് ഒരു സിനിമയെ തകർക്കാനുള്ള ഒരു ആറ്റം ബോംബ് ഉണ്ട്. എനിക്ക് അങ്ങനെയാണ് അതിനെ ഫീൽ ചെയ്തത്. വീഡിയോ കാണുന്ന നിങ്ങൾ പറ. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം പുള്ളിയുടെ സംസാരത്തിൽ നിന്ന്. നിങ്ങൾക്ക് അത് കേട്ടപ്പോൾ എങ്ങനെയാ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ പറയണം, ഞാൻ നോക്കട്ടെ. എനിക്ക് മാത്രമാണോ തോന്നിയത് ഇച്ചിരി
ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് ചേട്ടൻ ഈ ഒരു റിപ്ലൈ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പുള്ളിയെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ്. പിന്നെ ഞാൻ വീണ്ടും ഈ ഒരു സാധനം കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. പുള്ളി ഇപ്പൊ വന്നിട്ട് പുള്ളിക്ക് അത്രയും പുള്ളിങ് കിട്ടിയപ്പോൾ പുള്ളിക്ക് ഇനി വേറെ മാർഗ്ഗമില്ല, സിനിമ കയറി അഴിക്കുകയും ചെയ്തു അങ്ങ് ഹിറ്റ്. അപ്പൊ പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം വന്നിരുന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം അടിച്ചതാണോ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ പുള്ളിയുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി, വേറൊന്നും ഇനിയിപ്പോ പറയാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം. പിന്നെ ഞാൻ വേറൊരു ചാനലിൽ ഒരു ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറൊരു ചാനലിൽ ഈ ഒരു സിനിമയും സുരാജ് ചേട്ടൻ ഈ ഒരു പറഞ്ഞ വിഷയമായിട്ട് ഒരു ചെറിയൊരു കോൺവെർസേഷൻ രണ്ടുപേരും നടത്തുന്നത് കണ്ടു. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്തായാലും എനിക്ക് അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ അത് കേൾക്ക്, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. തന്നെ പോലെ വർഷങ്ങളായി ഇൻഡസ്ട്രിയിലുള്ള ഒരു നടന് മുന്നിൽ, നായകനായി എത്തിയ തൻ്റെ മുന്നിൽ ഒരു യുവ നടൻ വന്ന് കോടികൾ കൊയ്തുകൊണ്ട് പോകുന്നു. തൻ്റെയൊക്കെ പടത്തിന് ഇരിക്കവേ ഒരു യുവ നടൻ, അതും അധികം പ്രശസ്തി നേടിയില്ലാത്ത ഒരു നടൻ, അവരുടെ കാഴ്ചപ്പാടിലാണ് ഞാൻ പറയുന്നത്. ഉണ്ണിയെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടല്ല, എൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ണിക്ക് ഒരുപാട് പ്രശസ്തിയുണ്ട്. അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു നടൻ വന്ന് വലിയ കോടികൾ കൊയ്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഈഗോ, അതാണ് ഇവരുടെയൊക്കെ പ്രകടനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഒരാൾ വളർന്നു വരുമ്പോൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒന്ന്. നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, അവരെ മുന്നിലേക്ക് നയിക്കണം. നമ്മളെക്കാൾ കഴിവുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ചിലപ്പോൾ എല്ലാ റോളും ഇപ്പോൾ സുരാജിനെ പോലെ സുരാജ് ചെയ്യുന്ന റോള് ഉണ്ണിമുകുന്ദനും പറ്റില്ല. ഉണ്ണിമുകുന്ദൻ ചെയ്യുന്ന ഇപ്പോൾ കൊണ്ടുവന്ന് മാർക്കോയായിട്ട് സുരാജിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒന്നുമില്ല, നല്ല ശോകമായി പോകും. ഉണ്ണിമുകുന്ദൻ ചെയ്ത ആ ഒരു ക്യാരക്ടർ ഉണ്ണിമുകുന്ദന് മാത്രമേ പറ്റുള്ളൂ. മലയാള സിനിമയിൽ എനിക്ക് പിന്നെയും തോന്നിയത് ആ ക്യാരക്ടർ ചെയ്യാൻ പിന്നെയും പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്ക് കൊണ്ടൊക്കെ എനിക്ക് തോന്നിയത് പൃഥ്വിരാജിനെ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നി. പക്ഷെ എന്നാലും ഒരു പടത്തിനകത്ത് ഒരു കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പടത്തിന്റെ കാസ്റ്റിംഗ് ഡയറക്ടറും ആ സിനിമയുടെ ഡയറക്ടറും ഒക്കെ അവർക്കൊക്കെ ഓക്കെ ആയിട്ടാണ്. അപ്പൊ നമ്മൾ പിന്നെ ഇവിടെ ഇരുന്ന് പറയാന്നേ ഉള്ളൂ വേറൊരാള്. പക്ഷെ ഉണ്ണിക്ക് കിട്ടിയ സാധനം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇവർ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഈഗോടെ ഒരു സാധനം കാണും. പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദന്റെ ഒരു സിനിമ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, റൈഫിൾ ക്ലബ്ബ് പടമൊക്കെ ആ സമയത്ത് ഇറങ്ങിയതാണ്. പക്ഷെ മാർക്കോയ്ക്ക് കിട്ടിയ അത്രയ്ക്കും ഒരു ഗുമ്മൻ റെസ്പോൺസ്, തിയേറ്റർ റെസ്പോൺസ്, പടം നല്ലതായിരുന്നു, ഞാൻ കണ്ടതാണ്, അടിപൊളി പടമാണ് റൈഫിൾ ക്ലബ്ബ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ ഈ മാർക്കോ കിടന്ന് ഓടുന്നതുകൊണ്ട് തന്നെ റൈഫിൾ ക്ലബിന് കിട്ടേണ്ട അത്രയും ബൂസ്റ്റ്, അല്ലെങ്കിൽ തിയേറ്ററിൽ അത്രയും പടം ഓടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ പിന്നെ നമ്മുടെ സുരാജ് ഏട്ടന്റെ ഇടിയുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. മൊത്തത്തില് ഇച്ചിരി പ്രശ്നമായിരുന്നല്ലേ പടം ഓട്ടത്തിന്റെ കാര്യത്തിൽ. തിയേറ്ററിൽ കിടന്ന് ഓടുന്നത് അത്ര അങ്ങോട്ട് ഗുമ്മനായിട്ട് ഓടിയില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഈഗോ ഒക്കെ കാണും ഇവർക്ക്. പ്രൊമോഷനൊക്കെ വന്നപ്പോൾ ഈ ഒരു സാധനം കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ആ ഒരു ഓഡിയോ കേൾപ്പിച്ചില്ലേ, ആ ചാനലിലെ വീഡിയോയിൽ സുരാജ് ഏട്ടൻ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ മാർക്കോ കണ്ടു, അവിടെ ഇരുന്ന ഫ്രണ്ടിൽ ഇരുന്ന റോയിലിരുന്ന ആൾക്കാർ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയാണ് കാര്യം, അതുകൂടാതെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, പടം ഞാൻ കണ്ടു. ഞാൻ ആ ഒരു പുള്ളി അന്ന് സംസാരിച്ചപ്പം പടം കണ്ടു എന്നൊന്നും പറയുന്നതൊന്നും ഞാൻ കേട്ടില്ല. അതിനുശേഷം കണ്ടാ പുള്ളി പടമൊക്കെ കണ്ടത്. പിന്നെ ഇപ്പൊ പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാൻ എങ്ങനെയെങ്കിലും പിടിച്ചിരുന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പുള്ളി പറയുന്ന പോലെയാണ് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ തോന്നിയത്. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു, കുറച്ചും കൂടെ ഒന്ന് കാണും. സുരാജർക്കും ഓരോതായ ശൈലിയുണ്ട്. സുരാജ് ആസ് മാർക്കോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വേണ്ട, ജാഫർ ഇടുക്കി ആസ് മാർക്കോ ഒരു തോക്കും കൊടുത്ത് ജാഫർ ഇടുക്കി വിടുന്നു. ജാഫർ ഇടുക്കി നാട്ടുകാരെ മൊത്തം പോയി വെട്ടിക്കൊല്ലുന്നു, ചെവി കടിച്ചു പറിക്കുന്നു, വായിൽ പിന്നെ നഖവുമായിട്ട് വരുന്നു, പിന്നെ വില്ലനെ എടുത്തിട്ട് ഇടിക്കുന്നു. അമ്മാതിരി ഒരു പടം മാർക്കോ ആയിട്ട് ജാഫർ ഇടുക്കിയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. നടക്കില്ല. അതേസമയം ചുരുളിയിലെ ആ ചായക്കടക്കാരനായിട്ട് ഉണ്ണിമുകുന്ദനെ കൊണ്ടുവന്നത് വെച്ച് നോക്ക്, അതും ചേരില്ല, ചിന്തിക്കാനേ പാടില്ല. ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ പിന്നെ ആ ഒരു കഥാപാത്രമായിട്ട് പിന്നെ ഭാസ്കര കാരണവർ അങ്ങനെ മറ്റോ ആണ് അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അതോ തെറ്റിപ്പോയാൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൽ പിടിച്ച് കയറും കേട്ടോ കമൻറ്റിൽ. അപ്പോൾ അത്തരത്തിലൊരു കഥാപാത്രമായിട്ട് ഉണ്ണിമുകുന്ദനെ കൊണ്ടുവെക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ചേരുന്ന ഓരോ കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോഴാണ് സിനിമ വിജയിക്കുന്നത്. ആ കഥാപാത്രങ്ങളും കഥയും സിനിമയും ഏറ്റെടുക്കുന്നതോടുകൂടി സിനിമ ഹിറ്റായി. ഇവിടെ നടന്നിരിക്കുന്ന ഒരു കാര്യം അതാണ് കാര്യം. പ്രേമലു വന്നു, നസ്ലിന് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമാണത്. അവിടെ കൊണ്ടുവന്ന് സുരാജിനെ ഇടാൻ പറ്റുമോ? നസ്ലിനെ പകരം സച്ചിൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ഒരിക്കലും ഒരു സിനിമ നമ്മളിപ്പോൾ ഇറങ്ങി, ഇപ്പൊ കണ്ടു ഉണ്ണിമുകുന്ദന്റെ മാർക്കോ കണ്ടു, ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് വേറൊരു ക്യാരക്ടർ നമുക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആ ഒരു ഫിസിക്കൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ പൃഥ്വിരാജിന് ചെയ്യാൻ പറ്റും എന്ന് പറയാം നമുക്ക്. അതല്ലാതെ ആ ഒരു ക്യാരക്ടറിനെ വെച്ച് ആ സിനിമ ചെയ്യണമെന്നൊന്നും നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്യാരക്ടർ റീപ്ലേസ്മെന്റ്, ഓരോ സിനിമയിൽ നല്ല അറിവും നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ് ആ സിനിമയിൽ
കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നസ്ലിൻ എന്ന് പറയുന്ന ആ ഒരു നടനെ പ്രേംലുവിന് കാസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ പടം അത്ര ഹിറ്റായത്. ഇപ്പൊ നസ്ലിന് പകരം അവിടെ കൊണ്ടുപോയി വിനീത് ശ്രീനിവാസനെയോ അല്ലെങ്കിൽ ഇപ്പം ഉണ്ണി മുകുന്ദനെയോ പൃഥ്വിരാജിനെ കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇവർ എക്സാമ്പിൾ പറഞ്ഞ ഓരോ ക്യാരക്ടറും, സുരാജേട്ടൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ ഒരിക്കലും സുരാജേട്ടന്റെ അഭിനയത്തെ ഇവിടെ താഴ്ത്തിക്കെട്ടില്ല. എനിക്ക് അങ്ങനെ ഒരാളുടെയും ഒരു നടന്റെയും അഭിനയത്തെ ഒന്നും താഴ്ത്തി കെട്ടാനായിട്ടുള്ള ഒരാളല്ല ഞാൻ. നമുക്കൊന്നും അതിന് ഒരു അവകാശവും ഇല്ല, അതിനുള്ള അധികാരവും ഇല്ല, നമുക്കത് പറ്റില്ല. ഇപ്പൊ സുരാജേട്ടൻ ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ചെയ്ത ആ ഒരു ക്യാരക്ടറൊക്കെ ഒരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്ത് വേറൊരാളെ കൊണ്ടുവരാൻ പറ്റില്ല അവിടെ. അതുപോലെ തന്നെ ജാഫർ ഇടുക്കി പുള്ളി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചിലതൊക്കെ ഇപ്പൊ ചുരുളിയിലെ ആണെങ്കിലും റീപ്ലേസ്മെന്റ് ഇല്ല അതിനൊക്കെ. അത് അങ്ങനെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടതാ. ഒരിക്കലും ഒരു ക്യാരക്ടറിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വിഷയത്തിൽ നമുക്കത് സംസാരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു വിഷയത്തിലുള്ള ഒറ്റ പ്രശ്നം എനിക്ക് തോന്നിയത് ഈഗോ പൊട്ടിക്കാണും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതല്ലാതെ വേറൊന്നും അതിനകത്ത്. കാരണം സുരാജ് ചേട്ടൻ അന്ന് പറഞ്ഞതും ഇന്ന് ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പൊ കേൾപ്പിച്ചല്ലോ, മനസ്സിലാവും. പുള്ളി അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞായിട്ട് എക്സ്ട്രീം ഡിഫറെന്റ് ആണ്. ആനയും ആടും ആ ഒരു ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ സിനിമയിൽ ഉള്ളതാണ്, ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്, സിനിമയിൽ ഉള്ളവർക്ക് തന്നെ അറിയാം. ഇതെനിക്കൊന്ന് പ്രോപ്പറായിട്ടൊന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി. പിന്നെ ഇത് പറഞ്ഞ ആളുകളെ കുറ്റം പറയുക അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിച്ചാണെന്നൊക്കെ സുരാജേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. നമ്മുടെ തെറ്റിദ്ധാരണ എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട, കാണുന്ന എല്ലാവർക്കും അങ്ങനെ തോന്നുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ഈ കാണുന്നവരുടെ കുഴപ്പമാണെന്ന്, എല്ലാം കാണുന്നവരുടെ കുഴപ്പമാണെന്ന് പറയാൻ, കാണുന്നവരുടെ തെറ്റ് കാണും, നമ്മുടെ മിസ്റ്റേക്ക്, നമ്മുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ എല്ലാം അങ്ങ് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പറ, നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.